നെയ്മർ ജൂനിയർ ഇന്നലെ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചിരുന്നു. സാന്റോസിന്റെ മത്സരത്തിന് ശേഷം 2030 വേൾഡ് കപ്പിന് ഞാൻ ഇനി ഉണ്ടാവില്ല എന്നൊക്കെ നെയ്മർ കൺഫേം ചെയ്ത് പറഞ്ഞിരുന്നു. ഇതായിപ്പോ അവരുടെ കോച്ച്, ബ്രസീലിയൻ കോച്ച് കാർലോ ആഞ്ചലോട്ടിയും ഒന്നും കൂടി കൺഫേം ചെയ്തിരിക്കുന്നു. 3 താരങ്ങൾ, നെയ്മർ ജൂനിയർ, ഡാനിലോ, കാസിമിറോ, ഇവര് 3 പേരും 30 വയസ്സിന് മുകളിലുള്ളവരായിരിക്കുന്നു. ഇവർക്ക് ഇനി ഒരു ലോകകപ്പ് സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് വുഡ് ബി ആൻ എൻഡ് ഓഫ് ആൻ എറ എന്ന് കാർലോ ആഞ്ചലോട്ടി ഒഫീഷ്യലായി പറഞ്ഞിരിക്കുന്നു. വിച്ച് മീൻസ് ഇവരുടെ റിട്ടയർമെന്റ് ഒന്നും കൂടി കൺഫേം ചെയ്തിരിക്കുന്നു. ഇനി ഒരു ചാൻസും ഇല്ല എന്ന് ആഞ്ചലോട്ടി പോലും കൺഫേം ചെയ്തിരിക്കുന്നു. പക്ഷേ ബ്രസീലിൽ നിന്ന് വരുന്ന മാധ്യമങ്ങളുടെയും എല്ലാ റിപ്പോർട്ടുകൾ പ്രകാരം നെയ്മർ ജൂനിയർക്ക് ഒരു ഫെയർവെൽ മാച്ച് നൽകാനുള്ള സാധ്യതകൾ ഇപ്പൊ തെളിഞ്ഞു കാണുന്നു. അതുകൊണ്ടാണ് നെയ്മർ ഒഫീഷ്യലായി ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്നും താൻ റിട്ടയർ ചെയ്യാന്നുള്ളത് ഒഫീഷ്യലായി അറിയിക്കാത്തത്. കാർലോ ആഞ്ചലോട്ടി അടക്കം അതിന് സപ്പോർട്ടാണെന്നാണ് ഇപ്പൊ വരുന്ന ന്യൂസ്. ESPN, ബ്രസീൽ, അതുപോലെ ഗ്ലോബോ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഫെയർവെൽ മാച്ച് നെയ്മർക്ക് ഉണ്ടാവുമെന്ന്. മേ ബി ഈ വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിലായിരിക്കാം, പക്ഷെ ബ്രസീലിൽ വെച്ചായിരിക്കും ആ ഫെയർവെൽ മാച്ച് കൊടുക്കുക. മാരക്കാനയിലായിരിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം നെയ്മർ എന്നത് അവർക്ക് ഇതിഹാസമായി മാറിയിരിക്കുകയാണ്. ട്രോഫിയിലല്ല കാര്യം, പല ബ്രസീലിയൻ ലെജൻസിനും ട്രോഫിയില്ല, പക്ഷെ അവരെന്നും ഓർക്കപ്പെടും, നെയ്മർ പ്രത്യേകിച്ച്. കാരണം ബ്രസീൽ നാഷണൽ ടീമിന് വേണ്ടി ഏറ്റവും അധികം ഗോൾ നേടിയ താരവും ഏറ്റവും അധികം അസിസ്റ്റ് നേടിയ താരവും എല്ലാത്തിലും നെയ്മർ തന്നെയാണ് ഒന്നാമത്. പിന്നെ ആദ്യമായി ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ ബ്രസീലിന് വേണ്ടി സമ്മാനിക്കുന്ന താരവുമായി നെയ്മർ മാറിയിട്ടുണ്ട്. കോൺഫെഡറേഷൻ കപ്പ് നേടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നെയ്മർ ഒന്നും അവർക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നെയ്മർക്ക് ഒരു കിഡിലൻ ഫെയർവെൽ മാച്ച് ഒരുങ്ങുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ശരിക്കും ഫെയർവെൽ മാച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം നെയ്മർ അർഹിക്കുന്നുണ്ട് ഒരു ഫെയർവെൽ മാച്ച്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് വിപരീതമായോ അല്ലെങ്കിൽ ഇത് കൊടുക്കണമെന്നോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കൂ. നമുക്ക് അവിടെ വെച്ച് ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാവുന്നതാണ്. അപ്പോ നെയ്മർ ജൂനിയർ needs a farewell match.